ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിന്റെ 7ാമത്തെ ചാപ്റ്റർ നിങ്ങളെ സമഭാജികൾ അല്ലെങ്കിൽ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ 1ാമത്തെ പാർട്ട് നമ്മൾ ഇട്ടതാണ്. 1ാമത്തെ പാർട്ടിനകത്തിൽ ചെയ്തിട്ടിരിക്കുന്ന കണക്കുകളാണ്. നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഒരു ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതിനെ കുറിച്ച് ചെയ്തിട്ടിരിക്കുന്ന കണക്കുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ചെയ്തിട്ടിരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എക്സർസൈസ് ചെയ്യാം. ഈ എക്സർസൈസിന് തൊട്ട് മുമ്പേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ നിങ്ങളുടെ ഒരു 3.25 കണ്ടോ, 3.25 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം സ്ക്വയർ വരയ്ക്കാൻ നിങ്ങൾ സ്കെയിലും കോമ്പസും മാത്രമാണ് ഉപയോഗിച്ചതെന്ന് ശ്രദ്ധിക്കുക. ഇത് സ്കെയിലും കോമ്പസും മാത്രം ഉപയോഗിച്ചിട്ട് ഒരെണ്ണം എങ്ങനെ വരയ്ക്കാം എന്നതാണ്. നമ്മൾ സ്കെയിലും കോമ്പസും ഉപയോഗിച്ചിട്ട് വശങ്ങളുടെ നീളം 3.25 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരം വരയ്ക്കുക. ഡ്രോ എ സ്ക്വയർ ഓഫ് എ സൈഡ് 3.25 സെൻറ്റിമീറ്റർ യൂസിങ് ഓൺലി റൂളർ ആൻഡ് കോമ്പസ് കേട്ടോ. അപ്പം ഈ നമ്മുടെ ക്വസ്റ്റ്യനകത്തിലെ സ്ക്വയറിൻ്റെ സൈഡ് നോക്കൂ നിങ്ങളെ 3.25 സെൻറ്റിമീറ്റർ ആണ്, 3.25 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഈ 25 അല്ലെങ്കിൽ 75 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സ്കെയിലും കോമ്പസും ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാം? നമുക്ക് സ്കെയിലിൽ ഈ 25 ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളെ? അത് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ തന്നിരിക്കുന്ന അതായത് നമ്മളോടൊരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, 4 വശവും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3.25 അതായത് 4 സൈഡും എന്താ 3.25 വരണം. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരെണ്ണം നമ്മൾ വരയ്ക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താണെന്നറിയോ, ഈ 3.25 പോയിന്റ് കഴിഞ്ഞ് 2.5 വരുന്ന ഏത് കണക്ക് വന്നാലും നിങ്ങൾ അതിൻ്റെ ഇരട്ടി അങ്ങ് എടുക്കണം കേട്ടോ. അതായത് 3.25 ആണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. 3.25 ആണ് അതിൻ്റെ സൈഡ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, 2 കൊണ്ട് ഗുണിക്കുക, ഇൻറ്റു ചെയ്യുക. 3.25നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 5 10, 2 2 4 1 5 2 3 6 6.50 ഒക്കെ കോട്ടോ ഞങ്ങളിവിടെ 6 അതായത് 3.25 6.5 കേട്ടോ. 6.5. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ 6.5 എന്ന് മതി. 6.5 സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം പിടി കിട്ടിയോ? ഓരോന്ന് മനസ്സിലാക്കണേ. എന്താണ് വരയ്ക്കേണ്ടതെന്ന് ആദ്യമേ അറിയണം. ഇവിടെ നമുക്കൊരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. 3.25 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്, സമചതുരമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ സ്കെയിലും കോമ്പസും മാത്രം ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടതെന്നും 3.25 എന്ന് പറയുന്നത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അല്ലേ, ഇപ്പോൾ 3 കഴിഞ്ഞാൽ പിന്നെ എത്ര, ഒരു 5 കുത്ത്, അത് കഴിഞ്ഞ് 5 കുത്ത്, ഇങ്ങനെയല്ലേ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എത്ര ഈ 2.5 എന്ന് വല്ലതും അറിയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് 5 അറിയാം അല്ലേ. 6.5 ആണെങ്കിൽ നമുക്ക് സ്കെയിലിൽ അറിയാൻ പറ്റും അല്ലേ. നിങ്ങളൊരു സ്കെയിൽ എടുക്കുമ്പോൾ നോക്കിയാൽ നമുക്കറിയാം 0 മുതൽ 1 വരെ, അതായത് 0 മുതൽ ഈ 1 വരെയുള്ള ഇതൊക്കെ നമുക്കറിയാമല്ലേ. 5 ഇതിൻ്റെ ഇടയ്ക്ക് 5, ഇപ്പോൾ 5.5 ആണെങ്കിൽ നമുക്ക് ഈ 5 കഴിഞ്ഞിട്ടുള്ള വലിയ വരെ അറിയാം അല്ലേ. 6.5 ആണെങ്കിൽ 6 കഴിഞ്ഞിട്ടുള്ള വലിയ വരെ അറിയാം. അല്ലാതെ ഈ 6.25 6.75 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് അന്നേരം ഈ ഇരട്ടി വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. എല്ലാ കണക്കും ഇതിനകത്തിലെ ഇങ്ങനെ കേട്ടോ. ഈ ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 3.25 × 2 = 6.50 എന്ന് എഴുതണ്ടാവും നിങ്ങളെ കേട്ടോ. 5 എന്ന് ഇട്ടാൽ മതി കേട്ടോ. 6.5. അപ്പോൾ ഇനി ഇത് എങ്ങനെ വരയ്ക്കാമെന്നാണ്. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. 6.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക. സ്കെയിൽ കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. 6.5 സെൻറ്റിമീറ്റർ നോക്കണേ. അതെ, 0 മുതൽ എടുക്കുക. 0 ആണേ. അതെ, 0 മുതൽ എന്താ 6.5, 6 കഴിഞ്ഞിട്ടുള്ള ആ വലിയ വരയാണ് 0.5 കേട്ടോ. 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള വലിയ വര, അതൊക്കെ അറിയാം, എന്നാലും അങ്ങ് പറയുക. 0 മുതൽ എടുക്കുക. ഇതെത്ര, 6.5 സെൻറ്റിമീറ്റർ ആണ് ഇത് കേട്ടോ. 6.5 സെൻറ്റിമീറ്റർ നല്ലപോലെ മനസ്സിലാക്കണേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അത് നമ്മൾ കഴിഞ്ഞ 1ാമത്തെ പാർട്ടി പഠിച്ചതാണ്. ഇതിനകത്തിലെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഇത് മൊത്തം എത്ര കുഞ്ഞുങ്ങളെ 6.5 ആണ്. ഇതിനകത്ത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കുക. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കൊണ്ടുവരണം കേട്ടോ. അരയല്ല എന്ന് വെച്ചാൽ നേർ പകുതിയല്ല കേട്ടോ, പകുതിയല്ല. എന്തുകൊണ്ട് വരണം, 1/4 ഭാഗത്തോളം ഇങ്ങ് കൊണ്ടുവരണം കേട്ടോ. 0യിൽ വെച്ചിട്ട് ഒരു 1/4 ഭാഗം. എന്നിട്ട് ഈ സൈഡിൽ വെച്ചിട്ട്
നല്ലപോലെ അറിയണേ. ഈ ഇങ്ങേ അറ്റം കറക്റ്റ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ അതുപോലെ അവിടെ തന്നെ വെച്ചിട്ട് ഇവിടെയും താഴെ ഒരു ആർക്ക് കൊടുക്കുക. ഇവിടെയും ഇപ്പുറത്ത് വെച്ചിട്ട് കോമ്പസ് പെൻസിൽ അനക്കരുത്, അവിടെ തന്നെ വെച്ചിട്ട് ഒരു ആർക്ക് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിനെ എന്ത് ചെയ്യുക, നേരെ താപ്പോട്ട് നമ്മളിതെന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് അല്ലേ, താപ്പോട്ടൊരു ഈ രണ്ടെണ്ണത്തിലും കൂട്ടിമുട്ടുന്നുണ്ട്. ഇവിടെ ഇത് രണ്ടും കൂടെ വന്ന് ഇവിടെ, ഇത് രണ്ടും കൂടെ വന്ന് ഇവിടെ, ഇത് രണ്ടും കൂടി നമ്മളങ്ങ് കൂട്ടിമുട്ടിക്കും. കണ്ടോ, മുകളിലോട്ടോ താപ്പോട്ടോ പോയെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല. ആ പോയിൻ്റേ തന്നെ വന്ന് നിൽക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും വന്ന് കൂട്ടിമുട്ടണം. മനസ്സിലായോ? ഇത് മൊത്തം എത്ര ആയിരുന്നു? 6.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. അതിൻ്റെ നേരെ നടുക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ അറിയാമല്ലോ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ. അപ്പോൾ നോക്കിക്കേ, നേരെ നടുക്കല്ലേ കുഞ്ഞുങ്ങളെ, നേരെ നടുക്കാണ്. അപ്പോൾ 6.5ൻ്റെ പകുതി ഇപ്പുറവും ഉണ്ട്, പകുതി ഇപ്പുറവും ഉണ്ട് അല്ലേ. 6.5ൻ്റെ എത്രയായിരുന്നു പകുതി? 3.25 കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, അതിൻ്റെ ഇരട്ടിയായിരുന്നു നമ്മളിവിടെ എഴുതിയത്. അപ്പം 6.5ൻ്റെ പകുതി എത്ര? 3.25 നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ ഉണ്ടത് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഇനി അപ്പോൾ ഒരു വശം കിട്ടി അല്ലേ. ഇനി ഇത് സ്ക്വയറാണ്, നമ്മൾ പറഞ്ഞതാണ്. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 4 വശവും ഒരുപോലെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. ഇത് 3.25 ആണെങ്കിൽ ഇനി നമുക്ക് എന്താ 3.25 ഇവിടെ എടുക്കണം. പക്ഷെ നമുക്ക് 2.5 നമ്മൾ ഇവിടിനകത്ത് എങ്ങനെ എടുക്കും? നിങ്ങൾ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത്രയും ചെയ്താൽ എന്താണെന്നറിയോ? കോമ്പസ് എടുക്കുക. കണ്ടോ, കോമ്പസ് എടുത്തിട്ട് കറക്റ്റായിട്ട് തന്നെ ഇവിടെ കുത്തുക. കണ്ടോ, കറക്റ്റായിട്ട് ആ ഇതിൽ തന്നെ വെച്ച് ഇങ്ങനെ കുത്തുക. എന്നിട്ട് കോമ്പസ് അനക്കരുത്, കോമ്പസും പെൻസിലും അനക്കാതെ ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് താണ്ട അത് തന്നെ ഇവിടെയും കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ താണ്ട ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് കണ്ടേ ഈ വന്ന യോജിച്ച് ഇവിടെ ഉണ്ടല്ലോ, അവിടെ വെച്ച് തന്നെ കണ്ടേ, കണ്ടോ കണ്ടോ, ഇതേ വെച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് ഇത് യോജിപ്പിക്കുക. എന്ന് വെച്ചാൽ ഇവിടാണ് ഇതിൻ്റെ 3.25 വന്നത് കേട്ടോ. അത് ഇവിടെ ഇവിടാണ്. അപ്പോൾ ഇത് തങ്ങളി യോജിപ്പിക്കുക. കണ്ടോ, ഏകദേശം ഇവിടെ വരും. ഏകദേശം അല്ല, കറക്റ്റായിട്ടാണ് വന്നത് അല്ലേ. എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. നിങ്ങളൊരു കുഞ്ഞു കുത്ത് അവിടെ കൊടുക്കുക കേട്ടോ. അപ്പം ആർക്ക് വരയ്ക്കാൻ പഠിച്ചല്ലോ, ബൈസെക്റ്റ് വരയ്ക്കാൻ ഇത് അറിയാമല്ലോ. ഞാനിത് സൂം ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. നല്ലപോലെ മനസ്സിലായോ നിങ്ങളെ? 6.5 സെൻറ്റിമീറ്റർ ഒരു വര വരയ്ക്കുക കേട്ടോ. 6.5 സെൻറ്റിമീറ്റർ ഒരു വര വരയ്ക്കുക. 1/4 ഭാഗം എടുക്കുക. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് 1/4 അത് മതി. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടോട്ടും ഇവിടെ വെച്ചിട്ട് ഇവിടോട്ടും ഒരു ബൈസെക്റ്റ് വരയ്ക്കുക. എന്നിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന എത്ര ആയിരിക്കും? 3.25 ആയിരിക്കും. ഇവിടെ 3.25 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പസ് വെച്ചിട്ട് 3.25 എടുക്കുക. കോമ്പസും സ്കെയിലും ഉപയോഗിച്ചെടുക്കുക. ആ അളവ് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുക കേട്ടോ. ആ അളവ് തന്നെ ഇവിടെ വെച്ച് കോമ്പസ് കുത്തിയാൽ തന്നെ ഇവിടെ ആയിട്ട് വരും. എന്നിട്ട് ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചാൽ കറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ വരയ്ക്കാമെങ്കിൽ 5 മാർക്കൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. ഇത് നമ്മുടെ ടെസ്റ്റിലെ ചെയ്തിട്ടിരിക്കുന്ന ഒരു കണക്കാണ്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇപ്പുറത്ത് പതിഞ്ഞല്ലേ, പേന വെച്ച് വരച്ചത് കൊണ്ടേ ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പുറത്ത് എഴുതിയിട്ടായിരുന്നു നിങ്ങളെ, കാരണം അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി. പക്ഷേ അത് ഇപ്പുറത്തെ പടർന്നു, സാരമില്ല, ഞാൻ പറയുന്നുണ്ട്. നോക്കിക്കേ, സ്കെയിലും കോമ്പസും മാത്രം ഉപയോഗിച്ച് ചുവടെ വരയ്ക്കുക പറയുന്നത്. അതായത് പേജ് നമ്പർ 107 കേട്ടോ. വശങ്ങളുടെ നീളം 1/4 സെൻറ്റിമീറ്റർ ആയ ഒരു ചതുരം. ഇവിടെ എന്താ നിങ്ങളെ? ഇവിടെ ഒരു സമചതുരമാണ് കേട്ടോ. മുമ്പ് നമ്മൾ വരച്ച അതേപോലെ തന്നെയാണ് ഒരു സമചതുരം. മുമ്പ് വരച്ച അതേ രീതിയിൽ തന്നെ അങ്ങ് വരച്ചാൽ മതി. ഇവിടെ എത്ര നമ്മളോട് ചോദിച്ചത്? ഒരു സമചതുരം വരയ്ക്കാനാവും നിങ്ങളെ പറഞ്ഞത്. സമചതുരം എന്ന് വെച്ചാൽ എന്താ? 4 സൈഡും ഒരുപോലെയാണ്. മുമ്പ് നമ്മൾ 3.25 വരച്ചില്ലേ, അതുപോലെ. അപ്പോൾ ഇവിടെ എത്ര പറഞ്ഞേ? 4 1/4 എന്ന് വെച്ചാൽ എത്ര? 1/4 എന്ന് വെച്ചാൽ നമ്മുടെ സ്കെയിലിൽ 1/4 ഒക്കെ ഉണ്ടോ? 1/4 എന്ന് വെച്ചാൽ എന്താ? കാലാണ് കേട്ടോ. അതൊക്കെ അറിയാവോ നിങ്ങളെ? 2 25 കേട്ടോ. കാല്
കേട്ടോ. 2/4 എന്ന് വെച്ചാൽ അര 50, 3/4 എന്ന് വെച്ചാൽ 75, 4/4 എന്ന് വെച്ചാൽ 100 കേട്ടോ. അപ്പോൾ 1/4 കാലെന്ന് വെച്ചാൽ 25ആണ്. അപ്പം നമ്മൾ 4 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. 4 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാലാണ് കേട്ടോ. 4.25 ആണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നമുക്കിവിടെ സമചതുരമാണ്. അപ്പോൾ ഇവിടെ 4.25 വേണം, 4.25 വേണം, 4.2. കാരണം എന്താ, സമചതുരമാണ്. നമ്മൾ ഇതാണ് വരയ്ക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു, പക്ഷേ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്? സ്കെയിലും കോമ്പസും മുമ്പ് നമ്മൾ വരച്ച അതേ രീതിയിൽ വരയ്ക്കണം. അപ്പം നമ്മൾ എന്തോ ചെയ്യും, ഇതിൻ്റെ നമ്മൾ പറഞ്ഞു ഈ ലാസ്റ്റിൽ 25 വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ 1/4 ആണ് ഈ 25 ആയത് കേട്ടോ. 1/4 എന്ന് വെച്ചാൽ കാല്, ക്വാർട്ടർ കേട്ടോ. അതിപ്പോൾ 25 ആണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ഈ 0.25 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി എടുക്കണമെന്നല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാം. 4.25ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലേ. 4.25 അധികം 4.25 8.50 കേട്ടോ. അതല്ലെങ്കിൽ 4.2 കൂട്ടിയാലും മതി കേട്ടോ. ഈ 2 വെച്ച് ഇൻറ്റു ചെയ്യാന്ന് വെച്ചാൽ എന്താ, 4.25 അധികം 4.25 എന്ന് പറഞ്ഞാലും അതായത് 5 4 ഉണ്ടോ 8.50. അതുപോലെ തന്നെയാണ് 4.25 ഇൻറ്റു 2 എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഇരട്ടി 2 10 5 2 4 8 കണ്ടോ. 2 ഒരേ ഇത് തന്നെ വരുന്നത്, അതൊക്കെ അറിയാമല്ലോ. അപ്പം എന്താ 8 നമ്മൾ പറഞ്ഞു 5 0 വന്നു കഴിഞ്ഞാൽ 5 വരെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 8.5 നമ്മൾ ചെയ്യേണ്ടത്. 8.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. അപ്പുറത്തെ പാടുണ്ടോ നിങ്ങളെ? ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം കേട്ടോ. നോക്കിക്കേ, 8.5 കാണാൻ പറ്റുന്നുണ്ടല്ലോ. എട്ട് 8.5 എന്ന് വെച്ചാൽ തൻ്റെ ഏകദേശം 8 കഴിഞ്ഞിട്ട് 8നും 9നും ഇടയ്ക്കുള്ള വലിയ വരയാണ് കേട്ടോ. അത് മുതൽ 0 വരെ 0 മുതൽ 8.5 എന്ന് വെച്ചാൽ തൻ്റെ ഇവിടെ കണ്ടോ. എത്ര ഇത്? 8.5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ചോദ്യം. വന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 4.25 ഇൻറ്റു 2 ആണ് 8.5. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ബൈസെക്റ്റ് അല്ലേ ചെയ്യുക. എത്ര പകുതിയിൽ കൂടുതലാണ്. ഇനി അത് അറിയത്തില്ലെന്ന് പറയല്ലേ. എപ്പോൾ ബൈസെക്റ്റർ അല്ലേ, ലംബ സമാജി വരയ്ക്കാം. സമാജി എന്ന് എപ്പോഴും സമഭാജി വരച്ച കേട്ടോ. കണ്ടേ, പകുതിയിൽ കൂടുതൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങേ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരാർക്ക് താഴെ മേളിലും കൊടുത്തോ കേട്ടോ. 2 എടുത്തും കണ്ടോ, താഴെ മേളിൽ. ഇനി ഇവിടെയും വെച്ചിട്ട് അതേ മെഷർ തന്നെ ഇവിടെ ഒരെണ്ണം കണ്ടോ. 2 എടുത്തും വരയ്ക്കുക. പകുതിയിൽ കൂടുതൽ എടുത്താണേ. എന്നിട്ട് അത് 2ഉം കൂടി എന്ത് ചെയ്യുക നോക്കിയേ, ഇവിടാണ് ഇതിൻ്റെ പോയിൻ്റ്, ഇവിടാണ് ഇതിൻ്റെ. 2ഉം കൂടി യോജിപ്പിക്കുക, 2ഉം കൂടി കൂട്ടിമുട്ടിക്കുക. കണ്ടോ, 2ഉം കൂടി കൂട്ടിമുട്ടിക്കുക. ഇത്രയൊക്കെ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സമഭുജമാണ് അല്ലേ, സമചതുരമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കുഞ്ഞുങ്ങൾ 8.5ൻ്റെ ഇതിപ്പോൾ പകുതിയല്ലേ, പകുതിക്ക് വെച്ചല്ലേ അല്ലേ, പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് പകുതിക്ക് വെച്ചാകുമ്പോൾ ഇവിടെ എത്രയാണ് 4.25. ഒരു വശം നമുക്ക് 4.25 കിട്ടി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും അത് തന്നെയല്ലേ. കോമ്പസ് എടുക്കുക, കണ്ടോ, കോമ്പസ് എടുക്കുക. കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അതിനാണ് ഞാൻ അവിടെ ഒരു വലിയ വര കൊടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് എന്താ ഇവിടെ മേളിലൊരു വര കൊടുക്കുക, ഇവിടെയും വെച്ചിട്ട് മേളിലൊരു വര കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടോട്ട് വെച്ചിട്ട് ഇതേ വെച്ചിട്ട് ഇങ്ങോട്ട് വരണം കണ്ടോ. ഇത് 2ഉം കൂടെ കൂട്ടിമുട്ടുന്നതുകൊണ്ട് ഇവിടെ അത് താപ്പോട്ട് കണ്ടോ. 4.25 ആകുമ്പം കണ്ടോ 4.5 എന്ന് പറയുന്ന ഈ വലിയ വരയല്ലേ, അതിൻ്റെ അപ്പുറത്തായിട്ടേ വരത്തുള്ളൂ കേട്ടോ. 2ഉം കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ അതുപോലെ നിങ്ങൾക്ക് ആ സ്കെയിലേ കാണുമ്പോൾ അറിയാം 4.5 അപ്പുറത്താണെന്നല്ലേ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ 4.25 ആണെങ്കിൽ ഇവിടെയും 4.25, ഇവിടെയും 4.25, ഇവിടെയും 4.25.
കണ്ടോ, മനസ്സിലായോ? ചോദ്യം ഒക്കെ മനസ്സിലാക്കണേ. ഇതെങ്ങനെ വന്നു സംശയം വല്ലതും ഉണ്ടോ? ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. അതായത് വശങ്ങളുടെ നീളം ഇങ്ങനൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ലെന്നും പറഞ്ഞ് പോവല്ലേ. 4.25 എന്ന് വെച്ചാൽ 1/4 അർത്ഥം എന്താണ്? 25 കേട്ടോ. 2/4 അർത്ഥം എന്താ? 50 3/4 എന്ന് വെച്ചാൽ എന്താ? 75 കേട്ടോ. അപ്പോൾ 4.25 പോയിന്റ് കഴിഞ്ഞിട്ട് കൂട്ടി പറയില്ല, 25 കേട്ടോ. അത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഈ ഒരു പടം എങ്ങനെ വരയ്ക്കും എന്നാണ് നമ്മൾ വരച്ചു. ഓക്കെ ആണ്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ നോക്കാം. അതെ, വശങ്ങളുടെ നീളം 5 1/4 എന്ന് കേട്ടാലേ അറിയാവേ, സെൻറ്റിമീറ്ററും 3 1/4 സെൻറ്റിമീറ്ററുമായ ചതുരം വരയ്ക്കാനായിട്ടോ. ഇതുവരെ നമ്മൾ സമചതുരം വരയ്ക്കാൻ, അപ്പോൾ എന്താ 4 വശവും ഒരുപോലെ ഉള്ളത് വരയ്ക്കാനായിരുന്നു ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഇപ്പം നോക്കൂ നിങ്ങളെ, ചതുരം വരയ്ക്കാനാ. ചതുരം കേട്ടോ, റെക്റ്റാങ്കിൾ വരയ്ക്കാനാ. ഈ റെക്റ്റാങ്കിൾ എന്ന് കേട്ടാൽ എന്താ? ഏതെങ്കിലും 2 സൈഡ് ഒരുപോലെ. അപ്പോൾ ഇത് എത്ര ആണോ അത് തന്നെ ആയിരിക്കും ഇവിടെ അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഇതിൻ്റെ വശങ്ങളുടെ നീളം എത്രയൊക്കെയാണ്? ഒന്ന് 5 1/4 അടുത്തത് 3 1/4 റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 5 1/4 3 1/4 അല്ലേ. അപ്പം നമുക്ക് അതിനെ മാറ്റാം. എന്താ? 5 1/4 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെ? നമ്മൾ പറഞ്ഞ 1/4 എന്ന് വെച്ചാൽ എന്താ? 2.5. അപ്പോൾ 5.25 അതുപോലെ 3 1/4 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 3.25. അപ്പോൾ ഏറ്റവും വലിയ വശം ഇവിടെ 5.25 വരണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? 5.25 ഇവിടെ എത്ര? 3.25 ഇവിടെ എത്ര? 3.25 അപ്പോൾ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇപ്പോൾ പിടികിട്ടിയോ? ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഏതാ? സ്കെയിലും കോമ്പസും ഉപയോഗിച്ചിട്ട് വരയ്ക്കാനുള്ളതാണ് ഇത്. എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാൻ നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കിക്കേ, 5.25 വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ? നമുക്ക് അതിൻ്റെ ഇരട്ടി കണ്ടിട്ട് അങ്ങ് ചെയ്താൽ മതി. അതാ എളുപ്പം എന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് ഒരു സൈഡ് നമുക്ക് നോക്കാവുന്നില്ല. ഇത് നോക്കി, ഇതിപ്പോൾ ലെങ്താന്ന് വെച്ചോ, ഇത് ബ്രെഡ്ത്ത് അല്ലേ, ഇത് നീളവും ഇത് വീതിയും. അപ്പോൾ നീളത്തിൻ്റെ നമുക്ക് നോക്കാം ആദ്യമേ കേട്ടോ. അതായത് 5.25 നമ്മൾ ഇതുവരെ പഠിച്ച രീതി തന്നെ എന്താ? അതിൻ്റെ ഇരട്ടി അല്ലേ. 5.25 എത്രയാ? 5.25 10.5 കേട്ടോ. 10.5. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 2 മെത്തേഡിലും നമുക്ക് ചെയ്യാം കേട്ടോ. 5.25 അധികം 5.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 5 5 5 10 10.50 കേട്ടോ. ഒന്ന് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 5.25 ഇൻറ്റു 2 എന്ന് വെച്ചാലും 2 5 10 2 2 4 1 5 5 2 10 കണ്ടോ. എങ്ങനെ വെച്ചാലും കിട്ടും. 2 ഇരട്ടി എന്ന് വെച്ചാൽ കേട്ടോ. ഇതൊക്കെ അറിയാവുന്നറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതാ കേട്ടോ. ചിലപ്പോൾ മറന്നു പോയാലോ ഇല്ലയോ, എല്ലാം നമ്മളങ്ങ് ഓർത്തിരിക്കുക. അതോ ഓക്കെ ആണോ? വശങ്ങളുടെ നീളം 5.25 സെൻറ്റിമീറ്ററും 3.25 സെൻറ്റിമീറ്ററുമായ ചതുരം റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് ഇങ്ങനെ 1/4 2/3 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇങ്ങനെ ആക്കണം. ഫസ്റ്റ് നമ്മുടെ ജോലി അതിനെ ഇങ്ങനെ മാറ്റുക. എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷനിൽ നിന്നും അതിനെ ഡെസിമലിലോട്ട് അങ്ങ് മാറ്റി കേട്ടോ. കാരണം നമ്മുടെ സ്കെയിലിൽ കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നോക്കി 2.25 എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇരട്ടി കണ്ടു. അപ്പോൾ ഒരു സൈഡ് എത്ര? 10.5 ഒരു സൈഡ്. അപ്പം നമുക്ക് കിട്ടി കുഞ്ഞുങ്ങളെ കേട്ടോ. എത്ര? 10.5. അപ്പം നമുക്ക് താഴെ വരയ്ക്കാം. 10.5 വരയ്ക്കാം. സ്കെയിൽ എടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? 10.5 കുഞ്ഞുങ്ങൾ കേട്ടോ. 10.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് 10ൻ്റെയും 11ൻ്റെയും ഇടയ്ക്കാണ് കേട്ടോ. 10ൻ്റെയും 11ൻ്റെയും ഇടയ്ക്കാണ്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ 0 ഉണ്ടോ? 0 ഉണ്ടോ? 0യിൽ നിന്നും 10 ഉണ്ടോ? ഇവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ വലിയ 2 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇനിയും വരയ്ക്കുമ്പോൾ അത് ആവശ്യമാണ്. 10 എത്രയാണ്? 10.5. ഈ 10.5 വന്നത് എങ്ങനെയാണെന്ന് അറിയാമേ കേട്ടോ. 10.5 ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ബൈസെക്റ്റ് ചെയ്യുക. നമ്മളത് പഠിച്ചത് എന്താ? രണ്ട് ഇതിൽ പകുതിയിൽ കൂടുതൽ എടുക്കുക. പകുതിയിൽ കൂടുതൽ എടുക്കാണ്ട് ഇത്രയും ഇരിക്കട്ടെ കണ്ടോ. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ? സൂം. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇങ്ങോട്ടും വരയ്ക്കുക. അതേ ഇത് തന്നെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. താഴെ അതുപോലെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. ഇതിനെ 2 ഉണ്ട് ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക. നോക്കണേ,
കണ്ടോ, ബൈസെക്റ്റ് ചെയ്തു. ഇത്രയും ഓക്കെ ആണോ? അപ്പം നമുക്ക് എന്താ കുഞ്ഞുങ്ങളെ 10.5 കിട്ടിയത് സംശയമില്ലല്ലോ. കാരണം അതിൻ്റെ ഒരു വശം 5.25 5.25 എന്ന് പറയുന്നതിനെ നമ്മൾ ഇരട്ടിയാണ് വെച്ച് ചെയ്തത്. ഇരട്ടി എന്ന് വെച്ചാൽ 10.5 അപ്പോൾ ഇവിടെ നടുക്ക് വെച്ച് ബൈസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ആണ് അല്ലേ, അത് പകുതി വെച്ച് പകുതിയായി. പകുതി എന്ന് വെച്ചാൽ 10.5ൻ്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 5.25. അപ്പം നമുക്ക് ഒരു വശം കിട്ടി. ഇനി ഇങ്ങനെ ഒരു എപ്പോൾ ചെയ്താലും എന്താ, ഇത്രയേ ഉള്ളൂ നിങ്ങളെ 5.25 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഒരു വശം നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം 5.2. പക്ഷേ ഇവിടെ എത്രയാണെന്ന് നമുക്കറിയത്തില്ല, ഇവിടെ എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ അവിടെ പറയുന്നുണ്ട് എന്താ, അടുത്ത വശം 3.25 അല്ലേ. ഇവിടെ 5.25 നമുക്ക് കിട്ടി കുഞ്ഞുങ്ങളെ, 5.25 നമുക്ക് കിട്ടി. അതിൽ നിന്നും എന്ത് ചെയ്യണം? 3.25 കിട്ടണം. അപ്പം എത്ര കുറയ്ക്കണം? 2 കൂടി കുറച്ചാൽ കേട്ടോ, 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? മനസ്സിലായോ? 5.25 നിന്നും നമുക്ക് 3.25 കിട്ടണമെങ്കിൽ സ്കെയിലിൽ നമ്മൾ എങ്ങനെ എടുക്കും? നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് 3.25 നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. പറ്റുന്നുണ്ടോ? 3 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വര അല്ലെ, 3.1 2 3 അറിയത്തുള്ളൂ, 3.25 അറിയത്തില്ല. അപ്പം നമ്മൾ എന്തറിയോ, അത് 5.25 2 പോയാൽ അല്ലേ, 5.25 2 പോയാൽ 3.25 നമുക്കറിയാം. 5.25 1 പോയാൽ 4.25. അതൊക്കെ അറിയണേ. 5.25 1 അങ്ങ് പോയാൽ 4.25. ഈ 1 എന്ന് പറയുന്നത് കണ്ട് ഇവിടുന്ന് കേട്ടോ, 1 അങ്ങ് പോയാൽ വെച്ചാൽ കണ്ടിതാ, 1 അങ്ങ് പോയാൽ എത്ര? 4.25. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 5.25 നിന്നും 2 അങ്ങ് പോയാലോ? ഈ 2 എന്ന് പറയുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? 2 എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. നമ്മൾ ഈ നമ്മുടെ വാച്ചിലെയൊക്കെ സൂചി കണ്ടിട്ടില്ലേ? 2 1 2 3 എഴുതുന്നത് എപ്പോഴും എങ്ങനെയാ? 1 ഇട്ടിട്ട് 2 0 അല്ലേ, കാരണം ഡെസിമലാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ 5.25 2 പോയാൽ എത്ര നിങ്ങളെ? 3.25 വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എത്ര? 5.25 ഉണ്ട്. അതിൽ നിന്നും നമ്മൾ 2 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 3.25 വരുമെന്ന്. അപ്പം പിടികിട്ടിയോ? അപ്പോൾ നോക്കിയോ നിങ്ങളെ, നമുക്ക് 5.25 ഇവിടെ കിട്ടിയത് കേട്ടോ. 5.25 നമുക്ക് ഇവിടെ ഉണ്ട്. 5 കഴിഞ്ഞിട്ട് കണ്ടോ, ഇവിടാണ് വന്നത്. അതിൽ നിന്ന് നമ്മൾ എത്രയാണ് കുറയ്ക്കേണ്ടത്? 2 കുറയ്ക്കേണ്ടത് കേട്ടോ, 2 കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ, 2 സെൻറ്റിമീറ്റർ കുറയ്ക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 2 സെൻറ്റിമീറ്റർ കുറച്ച് കാണിക്കണം. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം 5.25 എന്ന് പറയുന്നത് ദാണ്ടെ ഇവിടുന്ന് നമ്മൾ ഇത്രയാണ് 5.25 അല്ലേ. അപ്പം നമ്മൾ അതിവിടെ വെറുതെ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുക്കും, 5.25 കേട്ടോ. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 5.25. പക്ഷെ നമുക്കിവിടെ എത്ര മതി? 3.25 മതി അല്ലേ, 3.25 മതി. അപ്പം നമ്മൾ എങ്ങനെ എടുക്കുമെന്ന് നോക്കിക്കേ. 3.25 നോക്കണേ നിങ്ങൾ, ഇവിടെ 5.25 നമ്മൾ എടുത്തായിരുന്നു. അതിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. ഇതിനകത്തുനിന്നും 2 സെൻറ്റിമീറ്റർ അങ്ങ് കുറച്ചാൽ താണ്ട് നമുക്ക് ഏകദേശം ഇവിടെ വരും കേട്ടോ. അത് നല്ലപോലെ അവിടെ തെറ്റാതെ നോക്കണേ. കാരണം എന്താണ്, ഇത് റെക്റ്റാങ്കിളാണ്. സമചതുരമായിരുന്നേ നമുക്ക് അത്രയും പേടിക്കേണ്ട. ഇവിടെ റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഇത് മൊത്തം 10.5 സെൻറ്റിമീറ്റർ ആണ്. അതിനെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ബാക്കി എന്താണ്, ഇവിടെ പകുതിക്ക് 5. ഇത് 5.2 ആണ്, ഇതും 5.25 ആണ് അല്ലേ. ഇനി ഇവിടെ 5.25 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റും 5.25 ആണ്. പക്ഷേ ഇവിടെ 3.25 ഇവിടെ 3.25 വരുന്നത്. പക്ഷേ ഇതെങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ 5.25 തന്നെ നമ്മൾ ഇവിടെ എടുത്തു കേട്ടോ. ഞാൻ കോമ്പസ് വെച്ച് അത് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. കുറച്ചുകൂടി എളുപ്പം ഞാനങ്ങ് പറഞ്ഞതാ. 5.25 നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, അതിനകത്ത് നിന്ന് ഒരു 2, കാരണം അല്ലാതെ നമ്മുടെ കോമ്പസിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര ആണോ വരുന്നത്, മനസ്സിലായോ? 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ആണോ വരുന്നത് അതാണ് ഇവിടെ വരുന്നത്. ഇപ്പം പിടികിട്ടിയല്ലോ. അപ്പോൾ അത് എത്ര ആണോ വരുന്നത് അത് നമ്മുടെ കോമ്പസിൽ എടുക്കുക കേട്ടോ. ഇത് നോക്കിക്കേ, ഇത് എത്ര വരുന്നതെന്ന് കണ്ടോ, എത്ര ആണോ വരുന്നത് അത് തന്നെ ദാണ്ട് ഇവിടുന്ന് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക ഇവിടെ കേട്ടോ. ഇനി ഇവിടെ എത്ര ആയിരുന്നു? 5.25 ആണ്. അതപ്പം നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിലാണ്ട് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഇവിടെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക കേട്ടോ. അതെങ്ങനെയാണെന്ന് നല്ലപോലെ മനസ്സിലാക്കണേ
കേട്ടോ. ഇവിടെ എന്താണ് 5.25 ഇവിടെ നമ്മൾ എടുക്കേണ്ട എത്ര 5.25 കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്കെയിലിൽ നോക്കുകയാണെ കണ്ടോ 5 ചില്ലറ വന്നോ. ആർക്ക് അത് തന്നെ ഇങ്ങോട്ടാകുമ്പോഴോ 3.25 ഉണ്ടോ. ഈ ആർക്ക് കറക്റ്റായിട്ട് അറിയണം കേട്ടോ. ഇവിടെ 5.25 ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നൊരു കണക്കാണ് എനിക്ക് തോന്നുന്നല്ലേ. അല്ലയോ നിങ്ങൾ ഇതൊക്കെ എന്താല്ലേ, ഇതൊക്കെയാണ് കണക്ക് ബൈസെക്ടർ കേട്ടോ. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? അതായത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മുടെ ചോദ്യം 5.4 3.4 ഈ 4 അല്ലേ 1/4 എന്ന് വന്നു കഴിഞ്ഞാലേ നമ്മൾ അതിനെ ഫസ്റ്റ് മാറ്റുക. എന്നിട്ട് ആ കിട്ടിയതിനെ 2 കൊണ്ട് എന്ന് വെച്ചാൽ ഇരട്ടി, അതിൻ്റെ ഇരട്ടി എടുക്കുക 10.5. എന്നിട്ട് അത് വെച്ച് നീളത്തിൽ 10.5 ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബൈസെക്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നേരെ നടുക്ക് വെച്ച് ഇങ്ങനെ മുറിച്ചു അല്ലേ, 2 ഭാഗങ്ങളാക്കി. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.5 പകുതി 2.5 അല്ലേ. ഇനി നമുക്ക് മറ്റേ സൈഡ് നമുക്ക് 3.25 അത് നമ്മൾ ഈ 5.25 മേപ്പോട്ട് വരച്ചിട്ട് അതിൽ നിന്ന് ഒരു 2 കുറച്ച് കഴിഞ്ഞാൽ 3.25 അതാണ് ഇവിടെയും വരുന്നത്. ഇതെങ്ങനെ എടുക്കും? ഇപ്പോൾ ഇത് വെച്ചിട്ട് കേട്ടോ, കോമ്പസ് വെച്ചിട്ട് ആർക്ക് വരച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചെയ്യാം. ഇനി നോക്കിയേ, വശങ്ങളുടെ എല്ലാം നീളം 2.75 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണമാണ്. ഇനി എന്താ നിങ്ങളെ, സമഭുജ ത്രികോണമാണ് കേട്ടോ. ഇതുവരെ നമ്മൾ റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഒക്കെ പഠിച്ചു അല്ലേ. എന്ത് ഈ സമഭുജ ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെ, ഈക്വലാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 വശവും ഒരുപോലെ ആണെങ്കിൽ എന്താ, ഇവിടെ ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കണം, ഇവിടെയും 5 ആയിരിക്കണം കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് മെഷർ തന്നിട്ടുണ്ട് അല്ലേ, 2.75 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, 2 ഇവിടെ 2.75 ഇവിടെയും 2.75 ഇവിടെയും 2.75 സെൻറ്റിമീറ്റർ. കാരണം എന്താ, ഈക്വലേറ്റർ ട്രയാങ്കിളാണ്. ഇവിടെ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ, ഇവിടെ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ കേട്ടോ. അതുകൊണ്ടാണ് അതിനെ എന്ത് പേര് വിളിക്കുന്നത്, ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് നമ്മൾ എങ്ങനെ വരച്ച് കാണിക്കും അല്ലേ, എളുപ്പം ചെയ്യാൻ വേണ്ടി നമുക്കറിയാം അല്ലേ. തന്നിരിക്കുന്നത് 2.75 നിങ്ങളെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2.75 ഇരട്ടി എടുക്കുക. എത്ര, 2.25 2.25 എത്ര നിങ്ങളെ, 5.5 സംശയം ഉണ്ടെങ്കിൽ 2.75 അധികം 2.75 0 7 14 15 2 2 4 1 5 5.5 കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. 2.75 ഇൻറ്റു 2 10 7 14 15 2 2 കണ്ടോ 5 കേട്ടോ. എത്ര കിട്ടിയേ, 5.5. 0 ലാസ്റ്റിലത്തെ 0 എടുക്കണ്ട കേട്ടോ. 5.5 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, ഇത് എളുപ്പം 5.5 നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്താണ്, എത്ര കിട്ടി, 5.5 ഉള്ള ഒരു വര വരയ്ക്കുക. ഞാൻ ഇച്ചിരി താപ്പോട്ട് വരയ്ക്കാം കേട്ടോ, മറ്റേതിൻ്റെ പാട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ. 5.5 കറക്റ്റായിട്ട് നോക്കിക്കേ. 5.5 എന്ന് വെച്ചാൽ അതാണ്ട് ഇവിടെ കണ്ടോ, 5ൻ്റെ 6ൻ്റെ ഇടയ്ക്ക് 0 മുതൽ 5.5 വരെ വരയ്ക്കുക. 0 ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക, ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക. 5.5 അല്ലേ. ഇനി എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് വരയ്ക്കുക. നോക്കിയേ, പകുതിയിൽ കൂടുതൽ ഇത്രയും പകുതിയിൽ കൂടുതൽ എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇങ്ങേ അറ്റത്തു നിന്നും ഇങ്ങോട്ടൊരാർക്ക് അല്ലേ. എന്നിട്ട് അവിടെ ആ കോമ്പസ് ഇളക്കണ്ട, അവിടെ തന്നെ വെച്ച് ഇങ്ങോട്ടൊരെണ്ണം, പിന്നെ ഇപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ടൊരെണ്ണം. പിന്നെ കോമ്പസ് ഈ വലിയ പെൻസിലിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ആട്ടം കൂടും കേട്ടോ. അയാളങ്ങ് വലിയ ആളാവും, പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കരുത് കേട്ടോ. അതിന് ആ കോമ്പസിൽ എപ്പോഴും എന്താ പറയുക, കോമ്പസിനേക്കാൾ ചെറിയ ആളിനെ എപ്പോഴും ഇടുക കേട്ടോ. കാരണം നമ്മുടെ കോമ്പസാണ് നമ്മുടെ നായകൻ. അപ്പോൾ അയാളെക്കാട്ടിൽ ഇയാൾ ഇച്ചിരി മുന്നേ നിൽക്കാനൊക്കെ ശ്രമിക്കും, നമ്മൾ വിട്ടു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടും ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ. കറക്റ്റായിട്ടായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി മാറിയെന്ന് തോന്നുന്നു, അയാൾ ചാടി ഇങ്ങനെ ഇറങ്ങിയായിരുന്നേ. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട്, ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ അവസാനം എങ്ങോട്ടാണ് ആർക്ക് തങ്ങളി കൂട്ടിമുട്ടണേ കേട്ടോ. ഓക്കെ, എന്നിട്ട് അവരെ 2 പേരെയും കൂടെ ഒന്ന് യോജിപ്പിച്ച്, 4 പേരെയും കൂടെ ഒന്ന് യോജിപ്പിച്ച് നിങ്ങൾ ഇവിടുത്തെ ഇതും ഇവിടുത്തെ ഇതും കൂടെ. ഓക്കെ,
കണ്ടോ, ഫസ്റ്റ് ബൈസെക്റ്റ് വരച്ചു. നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ് കേട്ടോ, ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് ഇത് മൊത്തം എത്രയായിരുന്നു നിങ്ങളെ? 5.5 ആണ്. ഇവിടെ അപ്പോൾ എത്ര? 2.75 ആണ്. അപ്പോൾ ഇവിടെ എത്ര? 2.75 ആണ്. ഇവിടെ 2.75 ആണെങ്കിൽ അല്ലേ നമുക്ക് എന്താ ഇക്വലേറ്റർ അല്ലേ, അപ്പോൾ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരയ്ക്കും? നമ്മൾ 2.75 എന്നുള്ളത് കോമ്പസിൽ എടുക്കുക കേട്ടോ. കോമ്പസിൽ 2.75 എന്നുള്ളത് എടുക്കുക. 2.75 തന്നെ ഇതിലും ഇതിലൂടെ വെക്കണം കേട്ടോ. ഇങ്ങനെ കണ്ടോ, കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഈ മൂലയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഒരാർക്ക് കൊടുക്കുക കേട്ടോ. 2.75 തന്നെയല്ലേ? ഓക്കെ, വെച്ചിട്ട് ഇങ്ങനെ ഈ മൂലയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കേട്ടോ, ഇച്ചിരി ഇങ്ങോട്ട് പോരട്ടെ. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ രണ്ടിടത്ത് ഇരിക്കുന്നതാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഒരിടത്ത് കൊണ്ടുവരണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ കാണുവേ ഒരെണ്ണം മാത്രമല്ല അവിടെ പോയിരിക്കുന്നത്, ഒരെണ്ണം ഇപ്പുറത്തും ഇരിക്കുന്നത്. അപ്പോൾ അതിനെ എന്താ യോജിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ എന്താ 2.25 എന്നുള്ളത് ഇങ്ങനെ വരും കുഞ്ഞുങ്ങൾ കേട്ടോ. എങ്ങനെ വരും? ഇവിടെ കുത്തണം 1. ഇവിടുന്ന് മൊത്തത്തിൽ കോമ്പസിൽ 2.75 എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തി കേട്ടോ. എവിടാന്നാ കുത്തുന്നത് കുഞ്ഞുങ്ങളെ? ഇങ്ങനെ നോക്കിയേ, ഇവിടെ 2.75. എന്നിട്ട് ഇവിടെ കുത്തി, അതായത് അറ്റത്തുനിന്ന് കുത്തി ഇങ്ങോട്ട്, ഇവിടുന്ന് കുത്തി ഇങ്ങോട്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. അതായത് യോജിച്ച സ്ഥലം ഇതാ കണ്ടോ. 2 പോയിൻറ്റ് സംതിങ് വന്നാണ്ടോ കണ്ടോ, 2.75. അതായത് ആ വലിയ വരയുടെ അപ്പുറം പോവും ഇല്ലേ? 7.5 അല്ലേ, 3/4 കണ്ടോ. സംഭവം ഇതാ. എങ്ങനെ ഇരിക്കും കണ്ടോ. ബൈസെക്റ്റ് ചെയ്തിട്ട് അതിന് 2 ആർക്ക് വരുന്നത് ഒരാർക്ക് ഇങ്ങോട്ടായിരുന്നു, ഒരാർക്ക് ഇങ്ങോട്ടായിരുന്നു, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് കണ്ടോ. ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇവിടെ 2.75 ആണെങ്കിൽ ഇവിടെയും 2.75, ഇവിടെയും 2.75. എങ്ങനെയുണ്ട്? ഇടുക്കാച്ചിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒരെണ്ണോടുണ്ടല്ലേ? ബോറടിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ, ഒരെണ്ണോടുണ്ട് കേട്ടോ. എന്തായാലും ഇതുകൂടെ അങ്ങ് പഠിച്ചു. നമ്മളെ എക്സസൈസ് അപ്പം അങ്ങ് തീരും. 4ാമത്തതാണ്. ഒരു വശത്തിൻ്റെ നീളം 4.5 സെൻറ്റിമീറ്ററും പരപ്പളവ് 9 ചതുരശ്ര സെൻറ്റിമീറ്ററുമായ ഒരു ത്രികോണം വരയ്ക്കുക കേട്ടോ. ട്രയാങ്കിൾ ഓഫ് ഏരിയ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് 1 സൈഡ് 4.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇവിടെ എന്താ വരയ്ക്കാനാണ്? ട്രയാങ്കിൾ ആണ് കേട്ടോ. ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിളിൻ്റെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സൈഡ് തന്നിട്ടുണ്ട്, ത്രികോണം എന്നാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് ഞാൻ ഇതിനകത്ത് എഴുതാൻ വേണ്ടിയൊന്നുമില്ല. ത്രികോണത്തിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, വശങ്ങൾ അല്ലേ. വശം ഏതാ? 4.5 സെൻറ്റിമീറ്റർ അല്ലേ. ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ മീൻസ് പരപ്പളവ് അല്ലേ, മറ്റേ ചുറ്റളവല്ലേ. ഏരിയ പരപ്പളവ് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഇത്രയും നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം എന്താ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്കറിയാം. ചോദിച്ചാൽ പറയുമോ? ത്രികോണത്തിൻ്റെ പരപ്പളവ് ചിരിക്കുമായിരിക്കുമല്ലോ അല്ലേ. അറിയാവോ? അറിയാവുന്നവരും കാണും കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം. ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താ കുഞ്ഞുങ്ങളെ? 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഇവിടെ വേണേൽ ഇൻറ്റു ഒന്നും ഇടാം, ഇല്ലാതെയും ചെയ്യാം കേട്ടോ. 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഓൾറെഡി 1/2 ഇൻറ്റു കേട്ടോ, വേണേൽ ഇങ്ങനെ എഴുതാം. ഇനി അറിയാൻ വയ്യാത്തവർക്ക് ഇങ്ങനെ എഴുതാം. 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ പരപ്പളവ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 9 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി അപ്പോൾ നമുക്ക് എന്താ ബി വെച്ച് ഒക്കെ കണ്ടുപിടിക്കണം. കാരണം ഇതിനകത്തിലെ ആൾക്കാരെ ഒന്നും നമുക്ക് അറിയത്തില്ല. എവിടെ ഇല്ല, ഇതൊക്കെ എവിടുന്ന് വരുന്നില്ലേ, ഇതൊക്കെ എവിടാന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അത് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പം 1/2 ഓൾറെഡി അതുപോലെ തന്നെ എഴുതുക. ബേസ് ഉണ്ടോ നിങ്ങളിവിടെ? ഉണ്ടല്ലേ. ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് തന്നിട്ടില്ല, ബേസ് തന്നിട്ടുണ്ട്. എത്ര? 4.5. ഒരു വശം തന്നിട്ട് ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. 9
ഓക്കെ ആണോ? ഇവിടെ നോക്കിക്കേ, നമ്മളിത് നേരത്തെ ഒന്ന് പഠിച്ചതാണ്. 1/2 ഇൻറ്റു ഇവിടെ ഈക്വലിന് അപ്പുറം വന്നു കഴിഞ്ഞാൽ ഈക്വലിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നതും പോകുന്നതും ഒക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? അപ്പം ഇവിടെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? എച്ച് മാത്രം നമുക്കില്ല, ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് എച്ചിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം. ഹൈറ്റ് കണ്ടുപിടിക്കാം, ഉയരം അല്ലെ ഉന്നതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എച്ച് ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞിട്ട് ഏതാണോ കിടക്കുന്നത് അത് ഫസ്റ്റിൽ എഴുതുക, 9 ആണ്. ഇനി നമുക്ക് ഏതൊക്കെ എഴുതാനുണ്ട്? 4.5 ഉണ്ട്, 1/2 ഉണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇൻറ്റു വന്നു കഴിഞ്ഞാൽ നമ്മളതൊക്കെ പഠിച്ചതാണ്. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ സമത്തിനിപ്പുറം പോകുമ്പോൾ എങ്ങനെയാണ്? ഇൻറ്റു വന്നു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് കണ്ടവർക്കെല്ലാം അതറിയായിരിക്കും അല്ലേ? ഇൻറ്റു വന്നു കഴിഞ്ഞാൽ ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തോ ആവും? ഇൻറ്റു വന്നു കഴിഞ്ഞാൽ എന്തോ ആവും നിങ്ങളെ? അത് ഡിവിഷൻ ആവും കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻറ്റു 4/5 എന്നുള്ളത് ഡിവിഷനായിട്ട് അങ്ങ് മാറും കേട്ടോ. അത് ഓർത്തോണേ, 4.5. ഇവിടെ നോക്കിയേ, 1/2 എന്താ അവിടെ വന്നത്? 1/2 എന്ന് പറയുന്നത് എന്തായിരിക്കും നിങ്ങളവിടെ? അവിടെ ഡിവിഷനാണ് വന്നേക്കുന്നത് അല്ലേ? ഡിവിഷൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്തുമായിട്ട് മാറും? ഇൻറ്റു ആയിട്ട്. 1/2 എന്ന് പറയുന്നത് ഇൻറ്റു ആയിട്ട് അങ്ങ് മാറും. 1 അവിടെ വേണ്ട കേട്ടോ. 1/2യുടെ 1 വേണ്ട കേട്ടോ, ഹാഫിൻ്റെ. ഇത് തിരിഞ്ഞു പോകരുത്, ഇത് നല്ലപോലെ പഠിക്കണേ. ഇത് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഇതിനകത്തിൽ തന്നിട്ടുണ്ട് 9 തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ ബേസ് ഒരു സൈഡ് തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടില്ല. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ എച്ചിനെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്നു. അപ്പോൾ എച്ച് ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞിട്ട് കിടക്കുന്നതിനെ ഫസ്റ്റിൽ എഴുതുക, 9 ആണ്. 9 കഴിഞ്ഞിട്ട് ഇനി വല്ലതും എഴുതാനുണ്ടോ? ഉണ്ട്. ഒരു 4/5 ഉണ്ട്, 1/2 ഉണ്ട് അല്ലേ? 4/5 എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. ഇൻറ്റുവിനെ നമ്മൾ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡിവിഷനായിട്ട് മാറി കേട്ടോ. ഇനി 1/2 എന്ന് വെച്ചാൽ ഡിവിഷനാണ്. ഡിവിഷൻ ഇപ്പുറത്ത് വരുമ്പോൾ ഇനി അത് 1/2 കേട്ടോ. ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല, 2 അത്രയും മതി. ഇനി ഉള്ളതുകൂടെ കളയണ്ട കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിനെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഒന്നുകിൽ 9 × 2 18/4.5 എന്ന് നമുക്ക് എഴുതാം. 18/4.5 എന്ന് എഴുതാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പവഴി എന്താണെന്നറിയോ? 4.5ൻ്റെ ഇരട്ടിയാവും നിങ്ങളെ 9. 4.5 അധികം 4.5 9 അല്ലെ? 4.5 ഇൻറ്റു 2 9. മനസ്സിലായോ? അപ്പം ഒരു 4.5 4.5 2 4.5 9. പുകഞ്ഞോ കഥ? അതായത് 9/4.5 കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ 9/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. എന്താ? 1 3 3 3 3 9. അപ്പോൾ 3/1 എന്ന് വന്നില്ലേ? അതുപോലെ ഇത് 9/4.5 എന്ന് പറയുന്നത് 4.5ൻ്റെ ഇരട്ടിയാണ് 9 കേട്ടോ. 4.5 അധികം 4.5 9 അല്ലെങ്കിൽ 4.5 ഇൻറ്റു 2 9 കേട്ടോ. അപ്പോൾ 2 വെട്ടം പറ്റുമെന്നാണ്, അതുകൊണ്ടാണ് ഈ 2 വന്നത്. ഒരു 4.5 4.5 2 4.5 9. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 2 ഇൻറ്റു ഈ 2 ഈസിക്കൽ ടു 4 സെൻറ്റിമീറ്റർ ആവും നിങ്ങളെ ഇവിടെ വരുന്നത്. എന്ത്? ഹൈറ്റാണേ. അപ്പോൾ നമുക്കിവിടെ ഹൈറ്റ് കിട്ടി. ഇത് നല്ലപോലെ ചെയ്ത് പഠിക്കണം കേട്ടോ. ചാടി കയറി ചെയ്യല്ലേ, ചെയ്ത് പഠിക്കണം. എച്ച് നമുക്ക് കിട്ടി, എച്ച് ഉണ്ട് അല്ലേ? പിന്നെ ഏരിയ കിട്ടി, ഒരു സൈഡുണ്ട്, ഇതൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹൈറ്റ് നമുക്ക് കിട്ടി. നമുക്ക് ചെയ്യാം കുഞ്ഞുങ്ങളെ. നമ്മൾ സാധാരണ ഫസ്റ്റ് ചെയ്യുന്നത് പോലെ എന്താ? ഫസ്റ്റിൽ നമുക്ക് എത്ര? ഒരു സൈഡ് നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലേ? എത്രയാ? 4.5 നമുക്ക് കിട്ടി അല്ലേ? 4.5 വെച്ച് നമുക്ക് ചെയ്യാം. ഹൈറ്റാണ് കേട്ടോ 4.5. ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ഏതാണെന്നാ പറഞ്ഞത്? ട്രയാങ്കിൾസ് ഓഫ് ഏരിയ സൈഡ് 4.5. ഒരു സൈഡ് 4.5 പറഞ്ഞിട്ടുണ്ട്. സൈഡ് 4.5 ആണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 4.5 എന്നുള്ളത് നമ്മൾ 4.5 ആണേ, 4 അല്ല. 4.5 നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 0 മുതൽ 4.5 വരെ. എന്തുകൊണ്ടാണ് ഇത് ഇരട്ടിക്കാഞ്ഞത്? നിങ്ങൾക്ക് ആ ഒരു സംശയം വന്നോ? നമ്മളെല്ലാ ചോദ്യത്തിൻ്റെയും 2 വെച്ച് ഇൻറ്റു ചെയ്തില്ലേ? എന്താ ഇത് ചെയ്യാഞ്ഞത്? ഇതിൻ്റെ ചോദ്യം 4.5 ആണ് കേട്ടോ. അല്ലാതെ 2 5 7 5 ഒന്നുമല്ല. ഓൾറെഡി നമുക്ക് 4.5 തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇരട്ടിക്കാഞ്ഞത് കേട്ടോ. അങ്ങനത്തെ സംശയം തോന്നിയായിരുന്നോ? അപ്പം 4.5 വരച്ചു. ഇനി ഇതിനെ നമുക്ക് സാധാരണ രീതിയിൽ നിന്ന് ബൈസെക്റ്റ് ചെയ്യാം. നോക്കിയേ, ഇതിൽ പകുതി കൂടുതൽ എടുക്കുക. പകുതിയിൽ കൂടുതൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി മുട്ടിക്കാം. ഇവിടുത്തെ ഇതും കൂടെ കൂട്ടി മുട്ടിക്കട്ടെ. കണ്ടോ? മനസ്സിലായോ?
കൂട്ടിമുട്ടി. അപ്പോൾ നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ 4.5 ആണ്. നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ തന്നേക്കുന്ന ഇവിടെ 4.5 ഒരു വശമാണെന്ന് നമുക്ക് തന്നു അല്ലേ? 4.5. അപ്പോൾ നോക്കി കുഞ്ഞുങ്ങൾ, ഇവിടെ 4.5 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഹൈറ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 4 ആക്കണം എന്നുണ്ട്. ഇത് 4 ഇവിടെ 4 വെച്ചിട്ട് കറക്റ്റ് വെക്കണം കേട്ടോ. 4-ൽ നിന്നും 0-ലോട്ട് ഉണ്ട് ഇത്രയും ഉണ്ട്, ഇവിടെ വരെ വരും 4 കേട്ടോ. 4 എന്നിട്ട് എന്ത് ചെയ്യുക? ആ എൻഡിൽ നിന്നും ഈ എൻഡിലോട്ട് ഉണ്ട് ഇങ്ങനെ വരയ്ക്കുക. ഈ എൻഡിൽ നിന്നും കണ്ടോ, നല്ലപോലെ മനസ്സിലാക്കണേ. എന്നിട്ട് ഇവിടെ നിന്നും ഇവിടെ വരെ ഉള്ളത് എത്ര? 4 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ബൈസെക്റ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് നടുവിലത്തെ ഈ വര കിട്ടിയത് ബൈസെക്റ്റാണ്, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവിടെ 4.5 കേട്ടോ. ഇവിടെ എത്ര? 4 ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 4 സെൻറ്റിമീറ്റർ. ഇവിടെ ഓൾറെഡി പെരിമീറ്റർ നമുക്ക് ഏരിയ നമുക്ക് കിട്ടിയായിരുന്നു, എത്ര? 9 സെൻറ്റിമീറ്ററാണ്. ഹൈറ്റും കിട്ടി കേട്ടോ. അതായത് ഇത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കിടന്ന് ചെയ്തത് കേട്ടോ. ഇത് ചെയ്തെങ്കിലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ തെറ്റല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ എച്ചൊക്കെ പറക്കിക്കൊണ്ട് വരുമ്പോൾ അത് തെറ്റല്ലേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ പാർട്ട് 2 കഴിഞ്ഞു. പാർട്ട് 3 നമുക്ക് കാണാം. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ കേട്ടോ. മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.